Welcome to my YouTube channel. ഇത് സലാല ഡേ 1 വ്ലോഗാണ്. എല്ലാവർക്കും തന്നെ നല്ല ടയേർഡായിരുന്നു. കാരണം 12 hours ഡ്രൈവ് ആണല്ലോ UAE ടു സലാല, അതും റോഡ് ട്രിപ്പ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ ഈ കാണുന്ന സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ കുറേ കുട്ടി കുട്ടി ഷോപ്സും ഐസ്ക്രീം ഷോപ്സും ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സലാലയിൽ മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു ഗ്രീനറിയാണ്. പിന്നെ കുറേ മലകളും കുറച്ച് വെള്ളച്ചാട്ടങ്ങളും അരുവികളും അങ്ങനത്തെ സ്ഥലങ്ങളാണ്. പിന്നെ അവിടെ കുട്ടി കുട്ടി കുറച്ച് ഷോപ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഈ ഒരു സ്വീറ്റ് കോൺ വാങ്ങിച്ചു. ഈ സ്പോട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ദാ ഈ കാണുന്ന ഇതാണ്. ഈ പ്ലേസിൻ്റെ പേര് എയിൻ റാസാത്ത് എന്നാണ്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. ഇത് ഗാർഡൻ ഇൻ ഒമാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് ആ മേളിൽ കാണുന്ന ആ ഒരു ഗുഹ പോലത്തെ അവിടെ എത്താൻ പറ്റും. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഇതാണ്. കാണാൻ നല്ല രസമായിരുന്നു. ഒരു വലിയ ഗുഹയ്ക്കകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. എല്ലാം വരുവേ. നല്ല ഡയലോഗ് കിട്ടിയോണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു സ്പോട്ടിലോട്ട് പോവാണ്. അധികം നേരമൊന്നും നിന്നില്ല, കാരണം കാണാൻ അത്രയ്ക്കൊന്നും ഇല്ല അവിടെ. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ടൈമാണ് കേട്ടോ സലാലയിലോട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു രീതി ഇങ്ങനെയാണ്. എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ഒരു കല്ലിൽ വെച്ചാണ് ഇവർ ഈ ചിക്കനും ബീഫും ക്യാമലും ഒക്കെ ഇങ്ങനെ ചുട്ടെടുക്കുന്നത്. നമ്മൾ സാധാരണ തവയിലും അല്ലാതെ ഗ്രില്ലൊക്കെ ഇട്ടാണല്ലോ ചെയ്യുന്നത്. ഇത് ഒട്ടകമാണ്, ഒട്ടകം ചുട്ടത്. എന്തായാലും ഞാൻ കഴിക്കില്ല. എൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വീട്ടിൽ വളർത്തുന്ന ചെടിയാണ്. ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഹലോ. നേരത്തെ കണ്ട ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു. ഏകദേശം ലഞ്ച് ടൈമായി. അപ്പോൾ ഞങ്ങളിതാ ഈ സ്പോട്ടിൽ വന്നിരുന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. മട്ട കിട്ടിയ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി സലാലയിലെ മെയിൻ അട്രാക്ഷൻ ആണെന്നൊക്കെ പറയാം. സലാലയിൽ വിസിറ്റ് ചെയ്യുന്നവരെല്ലാവരും ഇവിടെ വരാറുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. നമുക്ക് വേണമെങ്കിൽ ഈ ബോട്ട് റൈഡൊക്കെ എടുക്കാം. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ പെഡൽ ബോട്ടൊക്കെ ട്രൈ ചെയ്തിരുന്നു. ഇപ്പോൾ ബോട്ടിങ്ങിന് പോകാനൊരു മൂഡില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ബോട്ടിങ് എടുക്കുന്നില്ല. ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഇവിടെ നിന്ന് വേറെ സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. ഇത് സലാലയിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്.
ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്. എന്തായാലും സലാലയിൽ വരുന്ന ആൾക്കാർ ഇവിടെ എന്തായാലും വരും. ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. ഇച്ചിരി ദൂരം വെള്ളത്തിൻ്റെ കളർ കണ്ടോ, നല്ലൊരു ബ്ലൂ കളറാണ്. ഇവിടെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. വേറെ സ്പോട്ടിലോട്ട് പോവാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒമാൻ ഹൽവ. സലാലയിൽ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഈ ഒമാൻ ഹൽവ വിൽക്കുന്ന ഷോപ്പുകളാണ് അധികം. മേളിൽ ഡോട്ട് ഡോട്ടായിട്ട് കാണുന്നത് നെയ്യാണ് കേട്ടോ. ഈ തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് അതിങ്ങനെ കട്ട പിടിച്ചിരിക്കുകയാണ്. ഈ ഒമാൻ ഹൽവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കുറേ സാഫ്രോണും നട്ട്സും ഒക്കെ ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഹൽവയാണ്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇതങ്ങോട്ട് എടുത്തെടുത്ത് വരുന്നില്ല. എന്താണ് നിനക്ക് കുഴപ്പം? എടുക്കുമ്പോ വരുന്നില്ല. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത സ്പോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതൊരു ഈവനിങ് ടൈമാണ്. ഇവിടെ ചായ കിട്ടാൻ കുറച്ച് പാടാണ്. അങ്ങനെ സൺസെറ്റ് ടൈമായി. കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഇതാ നെക്സ്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു സിങ്ക് ഹോളാണ്. ഇതിൻ്റെ താഴെയായിട്ടൊരു കേവ് ഉണ്ട്. ആ കേവിൻ്റെ അവിടെ പോവുകയാണെങ്കിൽ നമ്മൾ ഹൈക്ക് ചെയ്ത് പോകണം. അപ്പോൾ അതിനായിട്ടുള്ള ഷൂസും കാര്യങ്ങളൊക്കെ വേണം. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകണമെന്ന്. പക്ഷെ അതിനായിട്ടുള്ള ഷൂസ് ഒന്നും ആയിരുന്നില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം നോക്കാം. അങ്ങനെ ഇവരുടെ പോക്ക് കഴിയുന്നത് വരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് ആൾക്കാർ വരുവാണ്. അമ്മേ ഇതിന്റെ കൊമ്പൊക്കെ കണ്ട പേടിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് കുറേ സ്ഥലമൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. ഇനിയും തിരിച്ച് റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഒരു കോഫി ചായയൊക്കെ കുടിച്ചിട്ട് റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനി ബാക്കി സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ നാളെ പോയി കാണും. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അതുവരെ ബൈ.